റെഡി? ചന്ദ്രഗുപ്ത മൗര്യന്റെ അഡ്വൈസർ ആയിരുന്നു ആര്? കൗടില്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേരെന്താ? അർത്ഥശാസ്ത്രം. എന്ത് ശാസ്ത്രം? അർത്ഥശാസ്ത്രം. യെസ്. അടുത്തത്. Where did the East India Company set up its first factory? ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമായി രൂപീകരിച്ചത്? In which year a English East India Company formed? ഏത് വർഷമാ? 1600. 1620 കേട്ടോ. യെസ്. എവിടെയാണ് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് ഇന്ത്യയിൽ? സൂറത്ത്. കണ്ടോ? എവിടെയാ സൂറത്ത്? ഏത് സംസ്ഥാനത്താ? ഗുജറാത്ത്. എവിടെയാ? ഗുജറാത്ത്. അടുത്തത്. വിച്ച് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് പ്യുവർ കാർബൺ? കാർബണിന്റെ ഏറ്റവും ശുദ്ധമായ രൂപത്തിനെ എന്തു പറയും? ഹാർഡസ്റ്റ് ഫോം അല്ലേ? ഹാർഡസ്റ്റ് ആണ്. ഹാർഡസ്റ്റ്. ഏറ്റവും കട്ടി കൂടിയതും ശുദ്ധവുമായ കാർബണിന്റെ വകഭേദമാണ് ഡാഷ്. ഏതാണ്? ഡയമണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ കരിയാണ്, കരി കേട്ടോ. ഡയമണ്ട്. അടുത്തത്. ഡയമണ്ട് ഹാർബർ ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ? ഡയമണ്ട് ഹാർബർ ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഹൂഗ്ലി നദിയുടെ. The Gong Falls are on which of the following river? ഗോങ് ഫാൾസ് എന്നറിയപ്പെടുന്ന വാട്ടർ ഫാൾസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ശരവതി കേട്ടോ. ശരവതി. അടുത്തത്. അടുത്തെന്താണ്? ചക്രാവാസ് ദ കോർട്ട് ഓഫ് ആരുടെ? അതെ. ഫിസിഷ്യൻ ഓഫ് ഡാഷ് ആരുടെ ആയിരുന്നു? ചരക വാസ് ദ കോർട്ട് ഫിസിഷ്യൻ ഓഫ് കനിഷ്കന്റെ കൊട്ടാരത്തിലെ, കോർട്ട് എന്ന് പറഞ്ഞാൽ കൊട്ടാരമാണ് കേട്ടോ. കൊട്ടാര വൈദ്യനായിരുന്നു ആര്? കനിഷ്കന്റെ കൊട്ടാര വൈദ്യനായിരുന്നു ചരകൻ. അല്ല, ചരകന്റെ കൊട്ടാര വൈദ്യനായിരുന്നു കനിഷ്കൻ. അല്ലല്ല, കനിഷ്ക രാജാവിന്റെ കൊട്ടാരത്തിലെ വൈദ്യനായിരുന്നു ചരകൻ. ചരകൻ ശുശ്രുതൻ വാഗ്ഭടൻ. അങ്ങനെ കേട്ടിട്ടുണ്ട്. അതാണ് ചരകൻ. ചരകൻ ഡോക്ടറായിരുന്നു, കനിഷ്കൻ രാജാവായിരുന്നു. അങ്ങനല്ലേ? അങ്ങനാണ് കേട്ടോ. ദ ഓൾഡസ്റ്റ് ഹിന്ദു എപ്പിക്, ഹൈന്ദവരുടെ ഏറ്റവും പഴക്കം ചെന്ന പുരാണം ഏതാണ്? രാമായണം. രാമന്റെ അയനം, രാമായണം കേട്ടോ. മഹാഭാരതം എന്താണ്? ഇതിഹാസമാണ്. രാമായണം എന്താണ്? പുരാണമാണ്.
ഹിന്ദു മതത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണം, 9 ഉപനിഷത്തുകൾ. കേട്ടോ? യെസ്, വായിക്കൂ കേക്കട്ടെ. Kaudilya was the advisor to which emperor? Chandragupta. Where did the East India Company set up its first factory? Surat. Which is the hardest form of pure carbon? Diamond. Diamond Harbour is located on the banks of which river? Hooghly. The Jog Falls are on which of the following river? Sharavati. 51. Charaka was the court physician of Kanishka. 52. The oldest Hindu epic is Ramayana. Repeated questions. Kaudilya was the advisor to which emperor? Chandragupta. Where did the East India Company set up its first factory? Surat. Which is the hardest form of pure carbon? Diamond. Diamond Harbour. The river Hooghly. The geographies are on which of the following river? Sharavati. 51. Charaka was the physician of Kanishka. 52. The oldest Hindu is Ramayana. യെസ് ശരൺ, സരിക. Bhadragupta. Did the East India set up its first Surat, which is the hardest form of pure carbon. Diamond Harbour is located on the bank of Hooghly. Jog Falls are one of the following: Sharavati. 51. Charaka was the fourth epic, Ramayana. യെസ്, റെഡി. അടുത്തത് കൗഡില്യാസ് അർത്ഥശാസ്ത്ര ഈസ് ദ ബുക്ക് ഓൺ ഡാഷ്. കൗഡില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന പുസ്തകം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എന്തിനെ കുറിച്ചാണ് പറയുന്നത്? Duties of a king, principles and practice of statecraft, economics and environment. യെസ്. ഒന്ന് രാജാവിൻ്റെ ഡ്യൂട്ടീസ് ഓഫ് കിങ്. രണ്ടാമത് പ്രിൻസിപ്പൽ ആൻഡ് പ്രാക്ടീസ് ഓഫ് സ്റ്റേറ്റ് ക്രാഫ്റ്റ്, ഭരണം എങ്ങനെ കൊണ്ടുപോകണം. എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻറ്റ്, സാമ്പത്തികം, പിന്നെ പരിസ്ഥിതി സംരക്ഷണം. ഇതിനെക്കുറിച്ച് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് അർത്ഥശാസ്ത്രം. എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിൻ്റെ ഭരണഘടനയാണ് എന്താണ്? അർത്ഥശാസ്ത്രം. കൗഡില്യൻ്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകമാണ്. ഇപ്പോഴും അർത്ഥശാസ്ത്രത്തിന് റെലവൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. 2021 അർത്ഥശാസ്ത്രത്തിന് പ്രസക്തിയുണ്ട്. മനസ്സിലായോ? യെസ്. The headquarter of European Union situated at Dash. യൂറോപ്യൻ യൂണിയൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ബെൽജിയം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് യൂറോപ്യൻ യൂണിയൻ, ബെൽജിയം. അടുത്തത് കപിലവസ്തു റിലീസ് ഫ്രാഗ്മെന്റ് ഓഫ് ലോർഡ് ബുദ്ധാസ് ബോർഡ് for second time in 114 years recently traveled from India to Dash. Question മനസ്സിലായോ? ഇല്ല സർ. കപിലവസ്തു റിലീക്സ്. കപിലവസ്തുവിലെ റിലീക്സ് എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റ് ഓഫ് ലോർഡ് ബുദ്ധാസ് ബോൺ, ലോർഡ് ബുദ്ധൻ്റെ അസ്ഥിക്കഷണം. ഫോർ ദ സെക്കൻഡ് ടൈം, രണ്ടാം തവണ, ഇൻ 114 years 114 വർഷക്കാലമായി, റീസെൻ്റ്ലി ട്രാവൽഡ് ഫ്രം ഇന്ത്യ ടു ഡാഷ്, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി. ഏത് രാജ്യമാണ്? ശ്രീലങ്ക. ശ്രീലങ്കയുടെ മതം ഏതാ? ബുദ്ധമതം. ബുദ്ധൻ ജനിച്ചത് ഏത് രാജ്യത്താ? ഇന്ത്യയിൽ. ഇന്ത്യയുടെ മതം എന്തുവാ?
മതമില്ല. ഡിഫറൻറ്റ് മതമില്ല. പക്ഷേ ബുദ്ധൻ ജനിക്കാത്ത രാജ്യങ്ങളിൽ ബുദ്ധമതമാണ്. ചൈനയിൽ ബുദ്ധമതമാണ്, ശ്രീലങ്കയിൽ ബുദ്ധമതമാണ്. മനസ്സിലായോ? മുറ്റത്ത മുല്ലയ്ക്കു മണമില്ല. അടുത്തത്, ഡോക്ടർ നോർമൻ ബോർലാഗ് ഈസ് ദ ഫേമസ് ആസ് ദ ഫാദർ ഓഫ് ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഇൻ 1960. His initial goal was to create varieties of wheat adapted to the climate of dash. ഡോക്ടർ നോർമൻ ബൊറാഗ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയ റെവല്യൂഷണറിയാണ്, ഗ്രീൻ റെവല്യൂഷൻ്റെ ആളാണ്. അത് 1960കളിലാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഹിസ് ഇനിഷ്യൽ ഗോൾ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ക്രിയേറ്റ് വെറൈറ്റീസ് ഓഫ് അഡാപ്റ്റഡ് ക്ലൈമാറ്റിക്സ് ഓഫ് വീറ്റ് ഉണ്ടാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ വീറ്റിൻ്റെ പ്രത്യേകത എന്താണ്? കാലാവസ്ഥ മാറിയാലും വീറ്റ് സ്ഥിതി ചെയ്യും, നിലനിൽക്കണം. അദ്ദേഹത്തെ ഏത് രാജ്യക്കാരനായിരുന്നു? ഏത് രാജ്യക്കാരനായിരുന്നു? ഏത് രാജ്യക്കാരനായിരുന്നു അദ്ദേഹം? ഏത് രാജ്യക്കാരനായിരുന്നു? മെക്സിക്കോ. മെക്സിക്കോ. ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചതിന് ശേഷമാണ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ ഇന്ത്യയിൽ നെല്ല് കൃഷിയും പിന്നെ ഗോതമ്പ് കൃഷിയുമായി ഇറങ്ങിയത്. മനസ്സിലായോ? യെസ്. അടുത്തത്, എ ഫീച്ചർ ബ്ലൂടൂത്ത് നൗ കോമൺ ഇൻ മൊബൈൽ ഫോൺ ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ഡാഷ്. ബ്ലൂടൂത്തിൻ്റെ പേര് വന്നത് എവിടെ നിന്നാണ്? ഡാനിഷ് 10th century കിങ്. ഡാനിഷ് 10th century കിങ്ങിൽ നിന്നാണ് ബ്ലൂടൂത്ത് എന്ന പേര് വന്നത്. ബ്ലൂടൂത്ത്, നീലപ്പല്ല്. ഡാനിഷ് 10th century കിങ്ങിൽ നിന്നാണ് ബ്ലൂടൂത്തിൻ്റെ പേര് കിട്ടിയത്. അടുത്തത്, ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ടു കം അണ്ടർ പ്രസിഡന്റ് റൂൾ. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. 5 നദികളുടെ സംസ്ഥാനം പഞ്ചാബ്. വായിച്ചേ കേൾക്കട്ടെ. 53. Kaudilya's Arthashastra is a book on duties of a king, principles and the practice of statecraft, economics and environment. 54. Yes. The headquarters of European Union is situated in Belgium. 55. Kapilavastu relics, fragments of Lord Buddha's bone for the second time in 114 years, recently travelled from India to Sri Lanka. 56. Dr. Norman Borlaug is famous as the father of Green Revolution in 1960s. His initial goal was to create varieties of wheat adapted to the climate of Mexico. 57. A feature Bluetooth, now common in mobile phones, gets its name from a Danish 10th century king. 58. The first state of India to come under president rule, Punjab. Yes. 53. Kaudilya's Arthashastra is a book on duties of a king, principles and practice of statecraft, economics and environment. 54. The headquarters of European Union is situated in Belgium. 55. Kapilavastu relics, fragments of Lord Buddha's bone for the second time in 114 years, recently travelled from India to Sri Lanka. 56. Dr. Norman Borlaug is famous as father of the Green Revolution in 1960s. His initial goal was to create varieties of wheat adapted to the climate of Mexico. 57. A feature Bluetooth, now common in mobile phones, get its name from a Danish 10th century king. 58. The first state of India to come under president rule, Punjab. 53. Kaudilya's
Shastra of a king, principles and practice of statecraft, economics and environment. 54. Headquarters of Opinion is situated in Belgium. 55. Kapilavastu, fragment of the Buddha's bones. This time in 1 year, recently traveled from India to Sri Lanka. 56. Dr. Noor is famous as of Greece in 90 gold varieties of window. 57. A feature, Bluetooth, now common in mobiles from Danish 10th century king. 58. The first state of India to come under president rule, Punjab. Any doubt? ഇല്ല സർ. Yes. നോക്കൂ, ബഗ്ലിഹാർ ഡാം is constructed on the river of Dash. എവിടെയാ? ചെനാബ്. ചെനാബ്. ചെനാബും ബഗ്ലിഹാറും. ഓക്കെ, അടുത്ത് നൗജിൻ, നൗജിവാൻ, നവജിവാൻ, കേട്ടോ, ട്രസ്റ്റ് was instituted with the objectives of propagating peaceful means and attaining third Swaraj by Dash. നവജീവൻ ട്രസ്റ്റ്, നവജീവൻ എന്ന് പറഞ്ഞ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം എന്താ? വാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു പ്രൊപ്പഗേറ്റിംഗ് പീസ്ഫുൾ മീൻസ് അറ്റൈനിങ് തേർഡ് സ്വരാജ്. തേർഡ് സ്വരാജ് അറ്റൈൻ ചെയ്യുക എന്നതായിരുന്നു നവജീവൻ ട്രസ്റ്റിൻ്റെ ഉദ്ദേശം. ഈ നവജീവൻ ട്രസ്റ്റ് ഉണ്ടാക്കിയത് ആരാണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അവിടെയും മഹാത്മാഗാന്ധി എന്നല്ല പറഞ്ഞേക്കുന്നത്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണ് പറഞ്ഞത്. ഓക്കെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധി എന്ന ഓപ്ഷൻ തന്നാൽ അത് തന്നെ എഴുതണം കേട്ടോ. ഗാന്ധിജി എന്ന ഓപ്ഷൻ തന്നാൽ അത് എഴുതണം. അടുത്തത് 61. ഭാരത് രത്ന ആൻഡ് പത്മ അവാർഡ് ഇൻ അവർ കൺട്രി വെയർ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദ ഇയർ ഓഫ് ഡാഷ്. ഭാരതരത്നയും പത്മ അവാർഡുകളും ഏത് വർഷം മുതലാണ് കൊടുത്തു തുടങ്ങിയത്? ഏത് വർഷം മുതലാണ്? ഏത് വർഷം മുതലാണ് മക്കളെ? 1954. 54 മുതൽ. 54 മുതലാണ് ഭാരതരത്നയും എന്തു കൊടുത്തത്? പത്മഭൂഷൺ അവാർഡുകൾ, പത്മ അവാർഡുകളും കൊടുത്തു തുടങ്ങി. അടുത്തത് സ്റ്റഡി ഓഫ് ഫോസിൽ ഈസ് കോൾഡ് ഡാഷ്. ഫോസിലിനെ കുറിച്ചുള്ള പഠനത്തിന് എന്ത് പറയും? പാലിയന്റോളജി. പാലിയന്റോളജി. അതുപോലുള്ള സ്റ്റഡിയും ബ്രാഞ്ചസിനെ കുറിച്ച് നമുക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാം. അത് എഴുതി വെച്ചോ. സ്റ്റഡീസ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച്. അത് നമുക്ക് ഒരു റോയായിട്ട് പഠിച്ച് വെക്കണം, എങ്കിലേ ഗുണപ്പെടും. ഓൺ വിച്ച് ഡേറ്റ് ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ്? ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ഏത് വർഷമാണ് ആചരിക്കുന്നത്? സോറി, ഏത് ഡേറ്റിൽ, ഏത് മാസവും ഏത് ഡേറ്റിലുമാണ് ആചരിക്കുന്നത്? ഏതാണ്? മാർച്ച് 8. മാർച്ച് 8. അപ്പോൾ ഡേ ആൻഡ് ഡേറ്റ്സ് പഠിക്കാനുണ്ട് കേട്ടോ. ഇൻ്റർനാഷണൽ ഡേ ഉണ്ട്, നാഷണൽ ഡേ ഉണ്ട്, അതും പഠിക്കാനുണ്ട്, അത് മറന്നു പോകണ്ട. അടുത്തത് ദ ഏർലിയർ നെയിം ഓഫ് വിച്ച് സിറ്റി വാസ് ന്യൂ ആംസ്റ്റർഡാം. താഴെ പറയുന്ന ഏതോ ഒരു സിറ്റിയുടെ പേര് പണ്ട് ന്യൂ ആംസ്റ്റർഡാം എന്നായിരുന്നു. ഏത് സിറ്റിയാണത്? ഏതാണ്? ന്യൂയോർക്ക് സിറ്റി. ന്യൂയോർക്ക് സിറ്റിയുടെ പേര് ന്യൂ ആംസ്റ്റർഡാം എന്നായിരുന്നു. ദ ഗ്രാൻഡ് ഓഫ് ദിവാനി ഓഫ് ബംഗാൾ. ഗ്രാൻഡ് ഓഫ് ദിവാനി ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ഏതിൻ്റെയൊക്കെയാ? ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടെ ഗ്രാൻഡ് ഓഫ് ദിവാനി ഏതാണ്? അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രാൻഡ് ഓഫ് ദിവാനി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷാ ആലം സെക്കൻഡ്. ഷാ ആലം രണ്ടാമനുമായി ബന്ധപ്പെട്ടതാണ്. ഏതാ? ബംഗാൾ, ബീഹാർ, ഒറീസയിലെ ഗ്രാൻഡ് ഓഫ് ദിവാനി.
കാര്യം എന്തായിരുന്നു? ഇത് ഷാ ആലം സെക്കൻഡ് നിയന്ത്രണത്തിലായിരുന്നു ബംഗാളും ബീഹാറും ഒറീസയല്ല. മനസ്സിലായോ? യെസ് ആ യെസ്, വായിച്ചേ കേൾക്കട്ടെ. 59. Baglihar Dam is constructed on river Chenab. 60. Naujivan Trust was instituted with the objectives of propagating peaceful means of attaining third Swaraj by Mohandas Karamchand Gandhi. 61. Bharat Ratna and Padma awards in our country were instituted in the year 1954. 62. Study of fossils is called paleontology. 63. On which date International Women's Day is celebrated? March 8th. 64. The earlier name of which city was New Amsterdam, New York City. 65. The grant of Diwani of Bengal, Bihar and Orissa is associated with Shah Alam II. 59. Baglihar Dam is constructed on river Chenab. 60. Navjivan Trust was instituted with the objectives of propagating peaceful means of attaining third Swaraj by Mohandas Karamchand Gandhi. 61. Bharat Ratna and Padma awards in our country were instituted in the year 1954. 62. Study of fossils is called paleontology. 63. On which day International Women's Day is celebrated? March 8. 64. The earlier name of which city was New Amsterdam, New York City. 65. The grant of Diwani of Bengal, Bihar and Orissa is associated with Shah Alam II. യെസ്. 59. Baglihar Dam is constructed on river Chenab. 60. Navajivan Trust was instituted with the objectives of propagating peaceful means of attaining third Swaraj by Mohandas Karamchand Gandhi. 61. Bharat Ratna and Padma awards in our country were instituted in the year 1954. 62. Study of fossils is called paleontology. 63. On which date International Women's Day is celebrated? March 8th. 64. The earlier name of which city was New Amsterdam, New York City. 65. The grant of Diwani of Bengal, Bihar and Orissa is associated with Shah Alam II. റെഡി? Ah. Where did Kuchipudi, an ancient dance form, is originate? എവിടെയാണ് കുച്ചിപ്പുടി എന്ന് പറയുന്ന കലാരൂപം ഒറിജിനേറ്റ് ചെയ്തത്? എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് കുച്ചിപ്പുടി ഉണ്ടായത്. The Leaning Tower of Pisa. Leaning Tower of Pisa does not fall because പിസ ഗോപുരം ചരിഞ്ഞു നിൽക്കുകയാണ്, പക്ഷെ അതൊരിക്കലും വീഴില്ല. എന്തുകൊണ്ട്? The vertical line passing through the CG of the tower falls within its base. യെസ്. എൻ്റെ വെർട്ടിക്കൽ ലൈനിൽ നിന്നുള്ള വര ബേസിന് വെളിയിൽ പോയിട്ടില്ല. നിങ്ങൾ ഫിസിക്സ് പഠിച്ചപ്പോൾ ഡബിൾ ഡക്കറിൻ്റെ ബസ്സിൻ്റെ മുകളിൽ താഴെ എല്ലാ സീറ്റിലും ആൾ കയറിയ ശേഷമേ കയറാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പഠിച്ചായിരുന്നു. മറന്നുപോയി കാണും. അങ്ങനെയെങ്കിൽ അങ്ങൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. രണ്ട് ഡബിൾ ഡക്കർ ബസ് ഉണ്ടെങ്കിൽ താഴത്തെ ഫ്ലോറിലെ എല്ലാ സീറ്റിംഗ് കപ്പാസിറ്റിയും ഫില്ലായാൽ മാത്രമേ മുകളിൽ കയറ്റുള്ളൂ. കാര്യം എന്താ? വെയിറ്റിൻ്റെ ബേസിന് വെളിയിലേക്ക് വെയിറ്റ് പോയ വണ്ടി മാറി. അതുപോലെ പിസ ഗോപുരം ചരിഞ്ഞു നിൽക്കുകയാണെങ്കിലും എൻ്റെ വെർട്ടിക്കൽ ലൈനിന് പുറത്തേക്ക് വെയിറ്റ് മറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് വീഴാത്തത്. മനസ്സിലായോ? പാരഡൈസ് റിഗൈൻഡ്
വീണ്ടും കിട്ടി. പാരഡൈസ്, സ്വർഗം വീണ്ടും കിട്ടി. വാസ് റിട്ടൺ ബൈ ഡാഷ്. ആരാണ് എഴുതിയത്? ആരെഴുതിയേ? ജോൺ മിൽട്ടൺ. ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാട്ട് പഠിക്കാണ്ട് കേട്ടോ. ബുക്സ് ആൻഡ് ഓതേഴ്സ് എഴുതി വെച്ചോ. ബുക്സ് ആൻഡ് ഓതേഴ്സ്. അടുത്തത്, പുലിസ്റ്റർ പ്രൈസ് ഈസ് അവാർഡഡ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോം ഇൻ ദ ഫീൽഡ് ഓഫ് ഡാഷ്. ഏതാണ് പുലിസ്റ്റർ സമ്മാനം? ആരാണ് പുലിസ്റ്റർ സമ്മാനം ആർക്കാണ് ലഭിക്കുന്നത്? ആർക്കാണ്? ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം. ലിറ്ററേച്ചറിനും ജേർണലിസത്തിനുമാണ് പുലിസ്റ്റർ. പുലി എന്ന് ഓർത്താൽ മതി കേട്ടോ. ജേർണലിസം എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്തും നുഴഞ്ഞു കയറി കാര്യങ്ങൾ കണ്ടുപിടിച്ച് പത്രത്തിൽ കൊണ്ടുവരുന്നതാണ് ജേർണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ പുലിസ്റ്റർ പ്രൈസ് കൊടുക്കുന്ന ഏതിനു വേണ്ടിയാ? ശരിക്കും പുലികൾക്ക് തന്നെ കേട്ടോ. ജേർണലിസം ആൻഡ് ലിറ്ററേച്ചർ, സാഹിത്യത്തിനും സാഹിത്യത്തിന് കൊടുക്കുന്ന ജേർണലിസത്തിനും കൊടുക്കുന്ന പ്രൈസിനെയാണ് എന്ത് പറയുന്നത്? പുലിസ്റ്റർ പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഹൂ ഫൗണ്ടഡ് ദ റെഡ് ക്രോസ്? ആരാണ് റെഡ് ക്രോസ് സ്ഥാപിച്ചത്? നിങ്ങളുടെ സ്കൂളിലൊക്കെ റെഡ് ക്രോസ് ഉണ്ടായിരുന്നു മക്കളെ? യെസ്. ആരാണ് റെഡ് ക്രോസ് സ്ഥാപിച്ചത്? ആരാണ്? ഹെൻറി ഡുനാന്റ്. ബേഡൻ പവൽ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട്? ഇല്ല. ഹെൻറി ഡുനാന്റ് ഇദ്ദേഹമാണ് റെഡ് ക്രോസ് സ്ഥാപിച്ചത്. ബേഡൻ പവലാണ് റെഡ് ക്രോസിനെ ലോകപ്രസിദ്ധമാക്കിയത് കേട്ടോ. അടുത്തത്, ദ വേൾഡ് ലിറ്ററസി ഡേ, ലോക സാക്ഷരതാ ദിനം, ഈ സെലിബ്രേറ്റഡ് ഓൺ ഡാഷ്. അത് ആഘോഷിക്കുന്നത് എന്നാണ് സാക്ഷരത? സെപ്റ്റംബർ 8. സാക്ഷരത എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ? ചില ആൾക്കാർ അതിനെ സാക്ഷരത എന്ന് വായിക്കും. സാക്ഷരതാ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉണ്ടോ മക്കളെ? ഇല്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് സാക്ഷരതാ പ്രസ്ഥാനം കേരളത്തിലേക്ക് വരുന്നത് കേട്ടോ. ഞാൻ അന്ന് സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെ വോളണ്ടിയർ ആയിരുന്നു. ഓക്കെ. ദ ലാസ്റ്റ് ബ്രിട്ടീഷ് എംപറർ ഓഫ് ഇന്ത്യ വാസ് ഡാഷ്. ബ്രിട്ടീഷിലെ എംപറർ, അവസാനത്തെ എംപറർ ആരായിരുന്നു? ഇന്ത്യയിലെ ആരായിരുന്നു? കിങ് ജോർജ് 6. കിങ് ജോർജ് 6. അതിനുശേഷം ഇന്ന് ആരായി? വൈസ്രോയി ആയി. പിന്നെ രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുത്തു കേട്ടോ. യെസ്. അപ്പോൾ വായിക്കൂ, കേക്കട്ടെ. 66. Where did Kuchipudi, an eminent dance form, originate? Andhra Pradesh. 67. The Leaning Tower of Pisa does not fall because the vertical line passing through the CG of the tower falls within its base. 68. Paradise Regained was written by John Milton. 69. Pulitzer Prize is awarded for outstanding work in the field of literature and journalism. 70. Who founded the Red Cross? Henry Dunant. 71. World Literacy Day is celebrated on September 8. 72. The last British Emperor of India was King George VI. 66. Where did Kuchipudi, an eminent dance form originate? Andhra Pradesh. 67. The Leaning Tower of Pisa does not fall because the vertical line passing through the CG of the tower falls within its base. 68.
Paradise Regained was written by John Milton. 69. Pulitzer Prize is awarded for outstanding work in the field of literature and journalism. 70. Who founded the Red Cross? Henry Dunant. 71. World Literacy Day is celebrated on September 8. 72. The last British Emperor of India was King George VI. 66. Where did Kuchipudi, an eminent dance form, originate? Andhra Pradesh. 67. The Leaning Tower of Pisa does not fall because the vertical line passing through the CG of the tower falls within its base. 68. Paradise Regained was written by John Milton. 69. Pulitzer Prize is awarded for outstanding work in the field of literature and journalism. 70. Who founded the Red Cross? Henry Dunant. 71. World Literacy Day is celebrated on September 8th. 72. The last British Emperor of India was King George VI. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ആ ശരി. CG എന്ന് പറഞ്ഞാൽ എന്താ സരിക? സർക്കം ഗ്രൗണ്ടാ, അതാണോ? ഉപരിതലത്തിലെ സർക്കിളിന്റെ ഉള്ളിലുള്ള ഭാഗമാ. മെടുക്കി. എന്താ അഞ്ജുഷ? അല്ലേ? എന്നാലും സംശയമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കൂടി ചോദിച്ചത്. എന്താ അഞ്ജുഷ CG? എന്താ അഖില CG? അറിയില്ല സർ. സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഗ്രാവിറ്റി. ഒരു സംശയം ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ സർക്കിൾ അല്ലേ, അപ്പൊ പുറത്തേക്ക് പോകാത്ത ഭാഗം. പാലിയോലിത്തിക് പീരീഡ് ഈസ് നോൺ ആസ് ഡാഷ്. പാലിയോലിത്തിക് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയപ്പെടും? ഓൾഡ് സ്റ്റോൺ ഏജ്, പഴയ കല്ലുയുഗം. കല്ലുയുഗത്തിന്റെ പ്രത്യേകത എന്താ? ആയുധമായി അന്നത്തെ മനുഷ്യർ കല്ലിനെയാണ് ഉപയോഗിച്ചത് കേട്ടോ. അതിനെയാണ് കല്ലുയുഗം എന്ന് പറയുന്നത്. അടുത്ത, ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ വാസ് ട്രാൻസ്ഫേർഡ് ഫ്രം കൽക്കട്ട ടു ഡൽഹി. ഇന്ത്യയുടെ എവിടെയായിരുന്നു? കൽക്കട്ടയായിരുന്നു. കാരണം ഇന്ത്യയുടെ ബിസിനസ് സെന്റർ ബ്രിട്ടീഷുകാർ വരുന്ന സമയത്ത് കൽക്കട്ടയായിരുന്നു. അവിടെ നിന്ന് മുഗൾ രാജാക്കന്മാരെ, മുസ്ലിം രാജാക്കന്മാരെ എല്ലാം അടിച്ച് തോപ്പിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. ഏത് വർഷമായിരുന്നു? 1911. ഓക്കെ. അടുത്തത്, ദ ചെയർമാൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു മെയിൻ കമ്മിറ്റിയോടൊപ്പം 12ഓളം വരുന്ന സബ് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. അതിലെ ഒരു സബ് കമ്മിറ്റിയാണ് ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി. മനസ്സിലായോ? ആ ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? JB കൃപാലിനി. ഡോക്ടർ BR അംബേദ്കർ എന്ന് വെച്ച് കാച്ചിക്കളയത്. അതെ. ഫണ്ടമെന്റൽ റൈറ്റ് കമ്മിറ്റി എന്നും ചെയർമാൻ എന്നും കാണുമ്പോഴുണ്ടല്ലോ, എന്നാ പിടിച്ചോ, ഡോക്ടർ BR അംബേദ്കർ എന്ന് പറഞ്ഞ് വെച്ച് താങ്ങി തരും. JB കൃപാലിനി, മറന്നു പോകല്ലേ? യെസ്. അടുത്തത് 76. The Environmental Protection Act was passed by the Parliament of India in the year dash. Environmental Protection Act ഏത് വർഷമായിരുന്നു മക്കളെ? 1986. യെസ്, 1986. പ്രത്യേകിച്ച് പഠിക്കേണ്ടതില്ല, എൻവയോൺമെന്റൽ ലോ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അടുത്തത്, ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി ബയോഡൈവേഴ്സിറ്റി വിൽ ബി ഡാഷ്. ആരാണ്? എന്നാണ് ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി ഇയർ?
2010. എങ്ങനെ 2010. 2010. 2010 ഇന്റർനാഷണൽ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ബയോഡൈവേഴ്സിറ്റിയുടെ മലയാളം ജൈവ വൈവിധ്യം. വൈവിധ്യം. ഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. അടുത്തത് ദ ഫസ്റ്റ് സഗാ കിങ്. സഗാ ഇറ എന്ന് കേട്ടിട്ടില്ലേ? സഗാ കിങ് ഇൻ ഇന്ത്യ വാസ് ഡാഷ്. ഇന്ത്യയിലെ ആദ്യത്തെ സഗ വംശത്തിന്റെ രാജാവ് ആരായിരുന്നു? മനൂസ് ആയിരുന്നു കേട്ടോ. മൗസ് എന്നും വായിച്ചോ. മൗസ് ആയിരുന്നു. 78. അടുത്തത് വൈ വാസ് അരുന്ധതി റോയി ഇൻവെസ്റ്റിഗേറ്റഡ് ഫോർ സെഡിഷൻ? ഞങ്ങൾ ക്ലാസ്സിലാണ്, ഞാൻ വിളിക്കാവേ. ഇന്ദിരാഗാന്ധി അല്ല, അരുന്ധതി റോയിയെ സെഡിഷന് വേണ്ടി അന്വേഷണത്തിന് വിധേയമാക്കി. എന്തായിരുന്നു, ഏത് കേസിലാണ് എന്നാണ് ചോദ്യം. ഏതാണ്? For saying that Kashmir is not an integral part of India. യെസ്, കാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമല്ല എന്ന പ്രസ്താവന ആര് നടത്തി? നോബൽ പ്രൈസ് വിന്നറായ അരുന്ധതി റോയ് നടത്തി. അരുന്ധതി റോയുടെ അമ്മയുടെ പേരെന്തുവാ? മേരി റോയ്. മേരി റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് ഏതാ? മേരി റോയ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസുണ്ട് കേട്ടോ. ആ കേസ് ഏത് കേസാ? മുസ്ലിം വനിതകൾക്കും തുല്യ പങ്കാളിത്തം വേണം അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ. മുസ്ലിം അല്ല, ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് കേട്ടോ. അതാണ് മേരി റോയുടെ കേസ്. മേരി റോയുടെ മകളാണ് ആര്? അരുന്ധതി റോയ്. അരുന്ധതി റോയുടെ നോബൽ പ്രൈസിന് പ്രൈസ് കിട്ടിയ ബുക്കിൻ്റെ പേരെന്തുവാ? ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. എന്തോന്ന്? ഗോഡ് GOD, ഗോഡ് ഓഫ് സ്മോൾ, SMALL, സ്മോൾ തിങ്സ്, THINGS. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ചെറിയ ചെറിയ വസ്തുതകളുടെ ദൈവം എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പേര്. വളരെ രസകരമായ ഒരു ആവിഷ്കാരമാണ് കേട്ടോ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അങ്ങനെ കത്തി നിൽക്കുന്ന സമയത്ത് ഇവരൊരു പ്രസ്താവന ഇറക്കി, കാശ്മീർ ഈസ് നോട്ട് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. അവരുടെ സകല സമ്മാനവും തിരിച്ച് മേടിക്കുകയും ചെയ്ത് അവരെ എന്ത് ചെയ്തു? സെഡിഷൻ, പ്രേരണാ കുറ്റം കേട്ടോ, രാജ്യദ്രോഹ കുറ്റം, രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ ഇടപെട്ടു എന്ന കുറ്റത്തിന് അവരെന്ത് ചെയ്തു? അന്വേഷണം പ്രഖ്യാപിച്ചു. മനസ്സിലായോ? രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും പരമാധികാരത്തിനും എതിരെയൊന്നും കമന്റ് പറയാൻ പാടില്ല. നമ്മൾ എത്ര വലുതായാലും ചെറുതായാലും പണി പാളിപ്പോവും കേട്ടോ. മനസ്സിലായോ? പരമാധികാരത്തിനെതിരെ നമ്മൾ അനങ്ങരുത്. പരമമായ അധികാരമാണ്. ശരി, വായിക്കൂ, കേൾക്കട്ടെ. 73. Paleolithic period is also known as Old Stone Age. 74. Capital of India was transferred from Calcutta to Delhi in the year 1911. 75. The chairman of Fundamental Rights Subcommittee of the Constituent Assembly was J.B. Kripalani. 76. The Environment Protection Act was passed by the Parliament of India in the year 1986. 77. International Year of Biodiversity will be 2010. 78. The first Sanga king in India was Mayus. 79. Why was Arundhati Roy investigated for sedition? For saying that Kashmir is not an integral part of India. 73. Yes. Paleolithic period is also known as Old Stone Age. 74. Capital of India was transferred from Calcutta to Delhi in the year 1911. 75. The chairman of Fundamental Rights Subcommittee of the Constituent Assembly was J.B. Kripalani. 76. The Environment Protection Act was passed by the Parliament of India in the year 1986. 77. International Year of Biodiversity will be 2010.
78. The first Shaka king in India was Mayus. 79. Why was Arundhati Roy investigated for sedition for saying that Kashmir is not an integral part of India? 73. Paleolithic period is also known as Old Stone Age. 74. Capital of India was transferred from Calcutta to Delhi in the year 1911. 75. The chairman of Fundamental Rights Subcommittee of the Constituent Assembly was J.B. Kripalani. 76. The Environment Protection Act was passed by the Parliament of India in the year 1986. 77. International Year of Biodiversity will be 2010. 78. The first Shaka king in India was Maus. 79. Why was Arundhati Roy investigated for sedition for saying that Kashmir is not an integral part of India? Yes. അടുത്ത്. Who is the author of the book Tinderbox? Tinderbox എന്ന പുസ്തകത്തിൻ്റെ ഓതർ ആരാണ്? ദ പാസ്റ്റ് ഫ്യൂച്ചർ ഓഫ് പാകിസ്ഥാൻ. പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ഓഫ് പാകിസ്ഥാൻ. പാസ്റ്റും ഫ്യൂച്ചറും പാകിസ്ഥാൻ്റെ അതിൽ പറയുന്നുണ്ട്. എൻ്റെ പേര് ടിൻഡർ ബോക്സ് എന്നാണ്. ആരാണ് ആ പുസ്തകം എഴുതിയത്? ആരാണ്? MJ അക്ബർ. അങ്ങനെയൊക്കെ പാകിസ്ഥാനകത്ത് നിന്ന് പുസ്തകം എഴുതിയാൽ പിന്നെ അവനെ വെടിവെച്ച് കൊന്നില്ലെങ്കിലേ അതിശയമുണ്ട് കേട്ടോ. യെസ്. അടുത്ത്. ഹൂ ഈസ് ചെയറിംഗ് ദ ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റി UPC ഓഫ് 2G സ്പെക്ട്രം അലോക്കേഷൻ ഇഷ്യൂസ്? 2G സ്പെക്ട്രത്തിന് അഴിമതിയുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായിരുന്നു. അതിൻ്റെ പാർലമെൻറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? PC ചാക്കോ. ആരാണ്? ചാലക്കുടിയിൽ MP ആയിരുന്നു കേട്ടോ, PC ചാക്കോ. അറിയാമോ? ചാലക്കുടിയിൽ നിന്ന് ജയിച്ച കോൺഗ്രസ് MP ആയിരുന്നു PC ചാക്കോ. ഇപ്പം തോറ്റുപോയി, ഈ കഴിഞ്ഞ ഇലക്ഷൻ തോറ്റു. യെസ്. ദ ഫസ്റ്റ് വിമൻ സെക്രട്ടറി ജനറൽ ഓഫ് SAARC ഫ്രം വിച്ച് കൺട്രി? സാർക്കിൻ്റെ ആദ്യത്തെ വനിതാ സെക്രട്ടറി ഏത് രാജ്യത്തു നിന്നായിരുന്നു? ആരായിരുന്നു? മാൽഡീവ്സ് എന്നായിരുന്നു അല്ലേ? സാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ. റീജിയണൽ കോർപ്പറേഷൻ. കോർപ്പറേഷൻ സഹകരണം. ഓക്കെ. അടുത്ത്. അണ്ടർ ഹൂസ് പ്രൈംഷിപ്പ് കേട്ടോ വാസ് ദ വുമൻസ് റിസർവേഷൻ ബിൽ ടു സെക്യൂർ ക്വാട്ടാസ് ഫോർ വുമൺ ഇൻ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ അസംബ്ലി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ പാർലമെന്റ്? ആര് പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് പാർലമെന്റിലും നിയമസഭകളിലും വനിതകൾക്ക് സംവരണം കൊടുക്കുന്ന ബില്ല് പാസ്സാക്കുന്നതിന് വേണ്ടി ചർച്ച ചെയ്തത് എന്നാണ് ചോദ്യം. പാസ്സാക്കിയതെന്നല്ല ചോദ്യം. ആരുടെ കാലത്തായിരുന്നു? വാജ്പേയി. ഒന്നുകൂടെ നോക്കിയേ. ദേവഗൗഡ ഏത് പാർട്ടിയുടെ പ്രധാനമന്ത്രിയായിരുന്നു മക്കളെ? ജനതാദള്. ഇത്രയും നല്ലൊരു ബില്ല് പാർലമെന്റിൽ ചർച്ച ചെയ്തിട്ട് കൂടി ജനതാദളിന് ഇന്ത്യയിലെ സ്ത്രീകൾ വോട്ട് ചെയ്തില്ല. എന്താണ്? സെക്യൂർ ക്വാട്ടാസ് ഫോർ വുമൺ ഇൻ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. പാർലമെന്റിലും നിയമസഭകളിലും വനിതകൾക്ക് 50% പ്രാതിനിധ്യം കൊടുക്കുന്ന ബില്ല് ചർച്ച ചെയ്തിട്ട് കൂടി ഇന്ത്യയിലെ സ്ത്രീകൾ ദേവഗൗഡയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താന്ന്? യെസ്. അവരൊക്കെ പിന്നെ കോൺഗ്രസിനും BJPക്ക് വോട്ട് ചെയ്തു. അതുകൊണ്ട്
ഇപ്പോൾ സ്ത്രീ സംരക്ഷണമല്ല പ്രശ്നം. എന്താണ് പ്രശ്നം? അമ്പലം പണിയണം, പള്ളി പൊളിക്കണം, കർഷകരുടെ ഭൂമി പിടിച്ചെടുക്കണം, നാട്ടുകാരെ തെരുവിലിറക്കണം, കുറച്ച് പേർക്ക് പൗരത്വം കൊടുക്കണം, കുറച്ച് പേർക്ക് കൊടുക്കരുത്. ഇതൊക്കെ ചർച്ച. ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും ചർച്ചയില്ല. അടുത്തത്, വിത്ത് വിച്ച് ഹിന്ദുത്വ അസോസിയേഷൻ ആർ സാത്വി പ്രയാഗ് സിംഗ് താക്കൂർ ആൻഡ് സ്വാമി അസിമാനന്ദ അലജിഡ്ലി അസോസിയേറ്റഡ്? താഴെ പറയുന്ന ഏത് പ്രവർത്തനത്തിലാണ് ഹിന്ദുത്വ അസോസിയേഷൻ്റെ ഭാഗമായിരുന്ന സാത്വി പ്രയാഗ് സിംഗ് താക്കൂർ എന്നറിയപ്പെടുന്ന ആളും സ്വാമി അസിമാനന്ദയും ഉൾപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്? ഏതിലാണ്? ഏതിലാണ് മക്കളെ? പോയാലായിരുന്നു ആരും കാണുന്നില്ലല്ലോ. അഭിനവ് ഭാരത്. അഭിനവ് ഭാരത് എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവരികയും കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ നിന്നിലെ പാവപ്പെട്ടവരെ പറ്റിച്ച് പിരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് കേസ്. മനസ്സിലായോ? മനസ്സിലായോ? ആ 80 മുതൽ താഴോട്ട് വായിച്ചേ കേക്കട്ടെ. Who is the author of the book Tinderbox, The Past and Future of Pakistan? M.J. Akbar. 81. Who is chairing the Joint Parliamentary Committee UPC on the 2G spectrum allocation issue? P.C. Chacko. 82. The first woman Secretary General of SAARC is from which country? Maldives. 83. Under whose premiership was the Women's Reservation Bill to secure quotas for women in Parliament and state legislative assemblies first introduced in Parliament? H.D. Deva Gowda. 84. With which Hindutva association are Sadhvi Pragya Singh Thakur and Swami Asimanand allegedly associated? Abhinav Bharat. 80. Who is the author of the book Tinderbox, The Past and Future of Pakistan? M.J. Akbar. 81. Who is chairing the Joint Parliamentary Committee UPC on the 2G spectrum allocation issue? P.C. Chacko. 82. The first woman Secretary General of SAARC is from which country? Maldives. 83. Under whose premiership was the Women's Reservation Bill to secure quotas for women in Parliament and state legislative assemblies first introduced in Parliament? H.D. Deva Gowda. 84. With which Hindutva association are Sadhvi Pragya Singh Thakur and Swami Asimanand allegedly associated? Abhinav Bharat. Allegedly associated. Abhinav Bharat. Yes. 80. Who is the author of the book Tinderbox, The Past and Future of Pakistan? M.J. Akbar. 81. Who is chairing the Joint Parliamentary Committee UPC on the 2G spectrum allocation issue? P.C. Chacko. 82. The first woman Secretary General of SAARC is from which country? Maldives. 83. Under whose premiership was the Women's Reservation Bill to secure quotas for women in Parliament and state legislative assemblies first introduced in Parliament? H.D. Deva Gowda. 84. With which Hindutva association are Sadhvi Pragya Singh Thakur and Swami Asimanand allegedly associated? Abhinav Bharat. Yes. Next. Who is the author of the book Great Soul? Great Soul. Mahatma Gandhi and his struggle with India. എന്ന് പറയുന്ന ഗ്രേറ്റ് സോൾ, മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓതർ ആരാണ്? ക്രിട്ടിസൈസ്ഡ് ഫോർ ഇറ്റ്സ് കണ്ടക്ട്. അതിൽ എന്തു ചെയ്തിട്ടുണ്ട്? മഹാത്മാഗാന്ധിയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്.
അതിനെയാണ് മഹാത്മാഗാന്ധി എന്ന് വിളിക്കുന്നത്. ഗ്രേറ്റ് സോൾ. ഓക്കെ, പുസ്തകം ആരുടെയായിരുന്നു? ആരുടെയാണ്? ജോസഫ് ലേലിവെൽഡ്. ആ, ലെയ്ലൻഡ്, ലെയ്വെൽഡ്. ആ, ലേലി വെൽഡ്. ഓക്കെ, അടുത്തത് ലുംബിനി ഈസ് ദ പ്ലേസ് വെയർ ബുദ്ധ. ലുംബിനി എന്ന് പറയുന്ന സ്ഥലവും ബുദ്ധനും തമ്മിലുള്ള ബന്ധം എന്താണ്? എന്താണ്? ജനിച്ചത്, ബോൺ. ബർത്ത് പ്ലേസ് ലുംബിനി. കപിലവസ്തുവിലെ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേരാണ് ലുംബിനി. അത് ഇത് ഏത് രാജ്യത്താ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നേ? ലുംബിനി നേപ്പാളിലാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഒന്ന് നോക്കണമേ ലുംബിനി എവിടെയാണെന്ന് കേട്ടോ. യെസ്. അടുത്തത് ഗാൽവനോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെന്റ് മെഷർഡ് ഡാഷ്. ഗാൽവനോമീറ്റർ എന്തിനുപയോഗിക്കുന്നു? ഇലക്ട്രിക് കറൻസ്. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഗാൽവനോമീറ്റർ. ടെസ്റ്റർ അല്ല കേട്ടോ. 1929 is known for dash. 1929 എന്ന് പറയുന്നത് ഏത് സംഭവവുമായി പ്രസിദ്ധപ്പെട്ടതാണ്? അതായത് ഏത് സംഭവവുമായി പ്രസിദ്ധപ്പെട്ടതാണ്? കോൺഗ്രസ് ആദ്യമായി ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറഞ്ഞു. പൂർണ്ണ സ്വരാജ് മറന്നു പോരെ. കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസിന് പകരം പൂർണ്ണ സ്വരാജ് എന്ന വാക്ക് വരും. എന്ത് വാക്ക്? പൂർണ്ണ സ്വരാജ്. പൂർണ്ണ സ്വരാജ്. കോൺഗ്രസ് പറഞ്ഞു എന്ത് വേണം? ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണം. യെസ്. 1929 അസ്ത്ര മിസൈൽ. അസ്ത്ര എന്ന പേരിൽ ഒരു മിസൈൽ നിർമ്മിച്ചു. ആ മിസൈൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? എയർ ടു എയർ മിസൈൽ. എയറിൽ നിന്ന് എയറിലേക്കാണ്. വായുവിൽ നിന്ന് തൊടുത്ത് വായുവിലുള്ള ശത്രുവിനെ നേരിടും. എയർ ടു എയർ. അസ്ത്ര മിസൈൽ. അസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തോ അമ്പ് അല്ലേ? നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗ്. മൗണ്ടനിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മല കയറ്റം. എന്ത് കയറ്റം? പർവ്വതാരോഹണം. ശബരിമല അല്ല കേട്ടോ. മല കയറ്റം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ഉത്തരകാശി. ഉത്തരകാശിയിൽ. ഓക്കെ, എനി ഡൗട്ട്? വായിച്ചേ കേക്കട്ടെ. 85. Who is the author of the book Great Soul, Mahatma Gandhi and His Struggle with India, criticized for its content? Joseph Lelyveld. 86. Lumbini is the place where the Buddha was born. 87. Galvanometer is instrument to measure electric currents. 88. 1929 is known for Congress resolution for complete independence of India. 89. Astra missile is air-to-air missile. 90. Nehru Institute of Mountaineering is situated at Uttarkashi. Yes. Who is the 85? Who is the author of the book Great Soul, Mahatma Gandhi and His Struggle with India, criticized for its content? Joseph Lelyveld. 86. Lumbini is the place where the Buddha was born. 87. Galvanometer is instrument to measure electric currents. 88. 1929 is known for Congress resolution for complete independence of India. 89. Astra missile is air-to-air missile. 90. Nehru Institute of Mountaineering is situated at Uttarkashi. Yes. 85. Who is the author of the book
Mahatma Gandhi and struggle with India, criticized for its conduct. Joseph Leland. Lumbini is a place where Buddha was born. He said, galvanometer measure electric currents. 88. 1929 is known for Congress solution for interest of India. 89. Astra missiles, air to air missiles. 9 Kashi. Yes, ready? അടുത്തത്. Who is the author of ഗോഡൻ? ആരാണ് ഗോഡൻ എന്ന പുസ്തകത്തിൻ്റെ ഓതർ? ആരാണ്? പ്രേംചന്ദ്. പ്രേംചന്ദ്. ഇവിടെ കിട്ടും കേട്ടോ എൻ്റെ മലയാളം പതിപ്പ്. പ്രേംചന്ദ്. അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു ബുക്കാണ് കേട്ടോ പ്രേംചന്ദിൻ്റെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ റിവർ ഓഫ് ഇന്ത്യ? താഴെ പറയുന്നതിലെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ? ഏതാണ്? ഗംഗ. ആരാണ്? ഗംഗ. ഗംഗ. ഗംഗയെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? പരിശുദ്ധമായ ഗംഗയുടെ അനസ്യൂതമായ പ്രവാഹമെന്ന്. ഇപ്പം ഗംഗയുടെ അവസ്ഥയൊക്കെ ഒന്ന് പോയി നോക്കണം. The highest number of telephone users in dash country. ഏത് കൺട്രിയാ? ചൈന. ചൈന. കാര്യം എന്താ? അവരെല്ലാവരും ഒരു വീട്ടിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ജോലി ചെയ്താ ജീവിക്കുന്നത് കേട്ടോ. ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും സെൽഫായി ജോലി ചെയ്ത് ജീവിക്കുന്നവരാ. ശമ്പളം കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചവരാണ്. മനസ്സിലായോ? അടുത്തത്. The breakthrough in the idea of Darwin on the evolution of space came after his visit to clusters of islands, and where he was at each island supported its own from the fish. The name of island is dash. എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല സർ. The breakthrough idea. യെസ്. എങ്ങനെയാണ് ഭൂമി ഉണ്ടായത്? ഒരു സ്ഫോടനം കൊണ്ടാണ് ഭൂമി ഉണ്ടാകുന്നത്. ലോകമുണ്ടായത് സ്ഫോടനത്തിൽ നിന്നാണ്. ബ്രേക്ക് ത്രൂ ഐഡിയാസ് ബൈ ഡാർവിൻ. ഡാർവിൻ്റെ ബ്രേക്ക് ത്രൂ ഐഡിയയിൽ നിന്നാണ് ഉണ്ടായത്. അതിൻ്റെ സ്പീഷീസ് കെയിം ആഫ്റ്റർ ഹിസ് വിസിറ്റ് ക്ലസ്റ്റർ ഓഫ് ഐലൻഡ്. ഐലൻഡിൻ്റെ കൂട്ടം, ദ്വീപ സമൂഹങ്ങൾ അയാൾ പോയി കണ്ടു. ആൻഡ് വെദർ ഹി വാസ് ദാറ്റ് ഈച്ച് ഐലൻഡ് സപ്പോർട്ടഡ് ടു ഇറ്റ്സ് ഓൺ ഫിച്ച്. ആ ഓരോ ഐലൻഡുകളും മറ്റ് ഐലൻഡുമായി ചേർത്ത് വെക്കാൻ പറയുന്ന രീതിയിൽ, നിങ്ങൾ ജിയോഗ്രഫി പഠിച്ചു കാണും, ഈച്ച വാൾ ചേർച്ചയെന്ന് അല്ലേ? ഒരു സാധനം ഒരു സാധനത്തിൽ നിന്ന് പറഞ്ഞു പോയതാണെന്ന് തോന്നുന്ന രീതിയിൽ നമുക്ക് ചേർത്ത് വെച്ചാൽ ഒരുമിച്ചിരിക്കും എന്നാൽ നമ്മൾ അതിനെയാണ് ഈർച്ച വാൾ ചേർച്ച എന്ന് പറഞ്ഞത്. അതിനെയാണ് പറഞ്ഞത് സപ്പോസ് ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ഫിഞ്ച് എന്ന് പറഞ്ഞത്. ദ നെയിം ഓഫ് ദ ഐലൻഡ് ഈസ് ഡാഷ്. അങ്ങനെ ഏത് ഐലൻഡിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്? ഏത് ഐലൻഡിനെ കുറിച്ചാണ് പറഞ്ഞത്? ഗാലപ്പാഗോസ്. ഗാലപ്പാഗോസ്. നമ്മൾ മലയാളത്തിൽ ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് ഈർച്ച വാൾ ചേർച്ചയെന്ന്. കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? യെസ്. അടുത്തത്. മഹാത്മാഗാന്ധി നെവർ ബിക്കം എ നോബൽ laureate, but he was nominated 5 times. In which of the following years he was not nominated? താഴെ പറയുന്ന ഒരു വർഷം അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. ബാക്കി എത്ര തവണ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്? 5 തവണ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടില്ല. ഏത് വർഷമാണ് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യാത്തതെന്നാ ചോദ്യം. അപ്പോൾ അത് ചെയ്തത് ഏതാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാത്ത കണ്ടുപിടിക്കാൻ പറ്റൂ, അല്ലേ? യെസ്. തൽക്കാലം അത് പഠിച്ചോ. ഏതൊക്കെ വർഷമാണ് നോമിനേറ്റ് ചെയ്തതെന്ന് നമുക്ക് പിന്നീട് പഠിപ്പിച്ചു തരാം. അവിടെ എഴുതി വെച്ചോണം കേട്ടോ. 95 ഡി ആണ് ആൻസർ. അപ്പോൾ 1937-ലും 1939-ലും 1948-ലും ഗാന്ധിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. യെസ്.
When was University of Bombay established? University of Mumbai. ഇപ്പോൾ മുംബൈ ആണ്, അന്ന് ബോംബെ ആയിരുന്നു. എന്നാണ് ബോംബെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്? എന്നാണ്? 1857. 1857 കേട്ടോ. Which is the largest island in the world? If Australia is not considered as island, ഓസ്ട്രേലിയ ഐലൻഡായിട്ട് പരിഗണിക്കുന്നില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഐലൻഡ് ഏതാണ്? ഏതാണ്? ഗ്രീൻലാൻഡ് ആണ് ഐലൻഡ്. അപ്പോൾ ഓസ്ട്രേലിയ ഐലൻഡായിട്ട് പരിഗണിച്ചാൽ ഏറ്റവും വലിയ ഐലൻഡ് ഏതാ? ഓസ്ട്രേലിയ കേട്ടോ. യെസ്, വായിച്ചേ കേൾക്കട്ടെ. 91. Who is the author of Gordon? Premchand. 92. Which of the following is the national river of India? Ganga. 93. The highest number of the telephone users are in China. 94. The breakthrough in the ideas of Darwin on the evolution of species came after his visit to cluster of island, and where he was that each island supported its own form of finch. Name the islands. Galapagos. 95. Mahatma became a Nobel laureate, but he was nominated 5 times. In which of the following years he was not nominated? 1940. 96. When was the University of Bombay established? 1857. 97. Which is the largest island in the world? Australia is not considered as island. Greenland. Yes. 91. Who is the author of Gordon? Premchand. 92. Which of the following is the national river of India? Ganga. 93. The highest number of the telephone users are in China. 94. The breakthrough in the ideas of Darwin on the evolution of species came after his visit to a cluster of islands, and where he was that each island supported its own form of finch. Name the islands. Galapagos. 95. Mahatma Gandhi never became a Nobel laureate, but he was nominated 5 times. In which of the following years he was not nominated? 1940. 96. When was the University of Bombay established? 1857. 97. Which is the largest islands in the world if Australia is not considered as islands? Greenland. Yes, Sarika. 91. Who is the author of Gordon? Premchand. 92. Which of the following is the national river of India? Ganga. 93. The highest number of the telephone users are in China. 94. The breakthrough in the ideas of Darwin on the evolution of species came after his visit to a cluster of islands, and where he was that each island supported its own form of finch. Name the islands. Galapagos. 95. Mahatma Gandhi never became a Nobel laureate, but he was nominated 5 times. In which of the following years he was not nominated? 1940. 96. When was the University of Bombay established? 1857. 97. Which is the largest island in the world if Australia is not considered as island? Greenland. Yes. 98. 98 എന്താ പറഞ്ഞേക്കുന്നേ? With whose permission did the British set up their first factory at Surat? അതിനകത്ത് ഒരു ആൻസർ ഉണ്ട്. എന്താ? സൂററ്റിലെ ആണ് ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് അല്ലേ? സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് ആരുടെ സപ്പോർട്ടോടു കൂടിയാണ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? സൂററ്റിൽ ആദ്യത്തെ ഫാക്ടറി തുടങ്ങിയത് ആരുടെ സപ്പോർട്ടോടു കൂടിയാണ്? ആരുടെ സപ്പോർട്ടോടു കൂടിയാണ്? ജഹാംഗീർ. ഓക്കെ, അടുത്തത്. എംപറർ അക്ബർ ദ ഗ്രേറ്റ് ഡൈഡ് ഇൻ ദ ഇയർ. അക്ബർ മരിച്ച വർഷം ഏതാണ്? 1605. 1605. 1600
ഇവിടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കിയതേ ഉള്ളൂ, അവരിവിടെ വന്നിട്ടില്ല. അതിനു മുമ്പ് അക്ബർ ദ ഗ്രേറ്റ് മരിച്ചു. ഓക്കെ, അടുത്തത്. വാട്ട് വാസ് ദ നെയിം ഓഫ് എംപറർ ഷാജഹാൻ ബിഫോർ ഹി ബിക്കം എംപറർ? ഷാജഹാൻ എന്ന് പറയുന്ന ഇത് ചക്രവർത്തിയാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? എന്തായിരുന്നു? ഖുറാം. ഖുറാൻ അല്ല, ഖുറാൻ. കേട്ടോ? അടുത്തത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രീസ് ഹാസ് മെഡിക്കൽ വാല്യൂ? താഴെ പറയുന്നതിൽ മെഡിക്കൽ വാല്യൂ ഉള്ള മരം ഏത് എന്നാണ് ചോദ്യം, അല്ലേ? ഏതാണ്? നീം. നീം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ആര്യവേപ്പല്ലേ സാർ? അതെ, അവിടെ എഴുതി വെച്ചോ, വേപ്പ്, ആര്യവേപ്പ്. നീം, ആര്യവേപ്പ്. അടുത്തത്. ഐഡന്റിഫൈ ദ മെയിൻ പ്രിൻസിപ്പിൾ ഓൺ വിച്ച് ദ പാർലമെന്ററി സിസ്റ്റം ഓപ്പറേറ്റ്? പാർലമെന്ററി സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് എന്നാണ് ചോദ്യം. എന്താണ്? ഇറ്റ് ഈസ് ദ സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത? കോൺസ്റ്റിറ്റ്യൂഷന്റെ സുപ്രമസി. എപ്പോഴും വലുത് ഭരണഘടനയായിരിക്കും. പാർലമെന്റ് അല്ല, സുപ്രീം കോടതി അല്ല, പ്രധാനമന്ത്രി അല്ല, രാഷ്ട്രപതി അല്ല. ആരാണ് വലുത്? ഭരണഘടനയാണ് വലുത്. അതാണ് ഭരണഘടനയാണ് വലുതെന്ന് പറയുന്നത്. സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് നാഷണൽ സ്ലോഗൻ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ദേശീയ ഗാനം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം. കേട്ടിട്ടുണ്ടോ? യെസ്. മറ്റതിനെ നാഷണൽ ആന്തം എന്നാ പറയുന്നത്, കേട്ടോ? ഏതിനെയാ? ജനഗണമന. കേട്ടോ? ഓക്കെ. നാഷണൽ സ്ലോഗൻ, സോങ് എന്ന് പറഞ്ഞാൽ എഴുതണം വന്ദേ മാതരം. എഴുതിയതാരാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. എവിടാ ജനിച്ചേ? അതറിഞ്ഞൂടാ. ബംഗാൾ. ഓക്കെ. പശ്ചിമ ബംഗാൾ. ഞാൻ വെറുതെ ചോദിച്ചതല്ല, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആവർത്തിച്ച് പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാ, കേട്ടോ? യെസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ നാഷണൽ സോങ്? വന്ദേ മാതരം. വിച്ച് കൺട്രി വാസ് നോൺ ആസ് ദ സിക്ക് മാൻ ഓഫ് യൂറോപ്പ്? യൂറോപ്പിന്റെ വൃദ്ധൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ടർക്കി. ടർക്കിയെയാണ് എന്തറിയപ്പെടുന്നത്? യൂറോപ്പിന്റെ വൃദ്ധൻ എന്നറിയപ്പെടുന്നത്. മനസ്സിലായോ? യെസ്. വായിക്കൂ, കേക്കട്ടെ. 98. With whose permission did the English set up their first factory at Surat, Jahangir? 99. Emperor Akbar the Great died in the year 1605. 100. What was the name of Emperor Shah Jahan before he became emperor? Khurram. 101. Which of the following trees has medicinal value? Neem. 102. Identify the main principle on which the parliamentary system operates. Supremacy of the Constitution. 103. Which of the following is the national song of India? Vande Mataram. 104. Which country was known as sick man of Europe? Turkey. Yes. 98. With whose permission did the English set up their first factory at Surat, Jahangir? 99. Emperor Akbar the Great died in the year 1605. 100. What was the name of Emperor Shah Jahan before he became emperor? Khurram. 101. Which of the following trees has medical value? Neem. 102. Identify the main principle on which the parliamentary system operates. Supremacy of the Constitution. 103. Which of the following is the national song of India? Vande Mataram. 104. Which country was known as sick man of Europe? Turkey. Yes.
The eighth. With whose permission did the English set up their first factory at Surat, Jahangir? 99. Emperor Akbar the Great died in the year 1605. 100. What was the name of Emperor Shah Jahan before he became emperor? Khurram. 101. Which of the following trees has medicinal value? Neem. 102. Identify the main principle on which the parliamentary system operates. Supremacy of the constitution. 103. Which of the following is the national song of India? Vande Mataram. 104. Which country was known as sick man of Europe? Turkey. യെസ്, യൂറോപ്പിൻ്റെ വൃദ്ധൻ എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ടർക്കി. ഓക്കെ. ഇൻ മലേഷ്യ ദ വേർഡ് ഭൂമിപുത്ര റഫേഴ്സ് ടു ഡാഷ്. ഭൂമിപുത്ര എന്നറിയപ്പെടുന്നത് മലേഷ്യയിലെ എന്തിനെയാണ്? മലയാസ് എന്ന് പറയുന്ന ഒരു തരം വിഭാഗമുണ്ട്, ട്രൈബ്സ് ആണ് കേട്ടോ. അവരെയാണ് ഭൂമിപുത്ര എന്നറിയപ്പെടുന്നത്. മണ്ണിൻ്റെ മക്കൾ എന്ന് മലയാളത്തിൽ പറയും. എന്ത് മക്കൾ? മണ്ണിൻ്റെ മക്കൾ, ഭൂമിയുടെ പുത്രന്മാർ. ഓക്കെ. അടുത്തത്. വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് മുൻഷി പ്രേംചന്ദ്? മുൻഷി പ്രേംചന്ദിൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഏതാണ്? ധാൻപത് റായ്. ധാൻപത് റായിയെയാണ് മുൻഷി പ്രേംചന്ദ് എന്നറിയപ്പെടുന്നത്. മുൻഷി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഏഷ്യനെറ്റ് കണ്ടുണ്ടോ? ഹൂ ഈസ് ദ ഓതർ ഓഫ് ഓൾഡ് മാൻ ആൻഡ് ദ സീ? വൃദ്ധനും കടലും എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഏണസ്റ്റ് ഹെമിംഗ്വേ. ലോകപ്രസിദ്ധമായ പുസ്തകമാണത് കേട്ടോ. ഓൾഡ് മാൻ ആൻഡ് ദ സീ, വൃദ്ധനും കടലും. പ്രോഫറ്റ് മുഹമ്മദ് വാസ് ബോൺ. പ്രോഫറ്റ് മുഹമ്മദ് ജനിച്ചു എന്ന് കരുതുന്ന വർഷം ഏതാണ്? 570 AD. 570 AD. അടുത്തത്. വെൻ വാസ് ദ ഫസ്റ്റ് വേൾഡ് വാസ് ഡിക്ലയർഡ്? എന്നാണ് ഒന്നാം ലോകമഹായുദ്ധം പ്രഖ്യാപിക്കപ്പെട്ടത്? എന്നാണ്? 1914. 1914. അന്ന് നമ്മൾ നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ കിടന്നടിക്കുകയാണ്. നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നൊരു സങ്കല്പം പോലും ഇല്ലാത്ത കാലത്താണ് ലോകമഹായുദ്ധം ഉണ്ടാകുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. യെസ്. അടുത്തത്. ഡിയോധർ ട്രോഫി ഈസ് ഗിവൺ ടു ദ ഗെയിം ഓഫ് ഡാഷ്. ഡിയോധർ ട്രോഫി ഏത് കളിക്കാണ് കിട്ടുന്നത്? ക്രിക്കറ്റ്. അടുത്തത്. പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡാഷ്. പെരിയാർ എവിടെയാണ് കാണപ്പെടുന്നത്? പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കേരളം. പെരിയാറിന്റെ വേറൊരു പേരെന്താ? ആലുവാപ്പുഴ. അതിന്റെ വേറൊരു പേരെന്താ? ചൂർണി. എന്ത് പേര്? ചൂർണി എന്ന് പറയുന്നതും ആലുവാപ്പുഴ എന്ന് പറയുന്നതും പെരിയാർ എന്ന് പറയുന്നതും ഒന്നാണ്. ഓക്കെ. അത് കേരളത്തിലാണ് കാണപ്പെടുന്നത്. ആലുവാപ്പുഴ എന്ന് പഠിച്ചാൽ പിന്നെ കേരളം എന്ന് എഴുതാൻ നമുക്ക് പാടില്ല. പെരിയാർ എന്ന് പഠിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടും. പെരിയാർ അല്ലെങ്കിൽ ആലുവാപ്പുഴ അല്ലെങ്കിൽ ചൂർണി എന്ന് പറയുന്ന ഒരു ചൂർണിക്കര എന്ന് പറഞ്ഞൊരു പഞ്ചായത്തുണ്ട്. അവിടെ അറിയാമോ? അതാണ് ചൂർണി എന്ന് പറഞ്ഞ നദിയുടെ കരയിലുള്ള പഞ്ചായത്ത്, ചൂർണിക്കര. മനസ്സിലായോ? യെസ്. വായിക്കൂ. 105. In Malaysia, the word Bhumiputra refers to Malayas. 106. What was the real name of Munshi Premchand? Dhanpat Rai. 107. Who is the author of Old Man and the Sea? Ernest Hemingway. 108. Prophet Muhammad was born in 570 AD. 109. When was the First World War declared? 1914. 110. Deodar Trophy is given for the game of cricket. 111. Periyar Wildlife Sanctuary is situated in the state of Kerala. 105. Wait. 109 ക്വസ്റ്റ്യൻ വായിച്ചാ മോളെ. ഏതാണ് സർ? 109. When was the First
വേൾഡ് വാർ ഡിക്ലെയർഡ് എന്തുവാ വായിച്ചേ ആൻസർ? 1914. അങ്ങനെ തന്നെ ആണോ വായിച്ച മുമ്പേ? ആ എനിക്കൊരു ഡൗട്ട്. പോട്ടെ, വിട്ടുകളാം. ഇംഗ്ലീഷ് കൂടെ വായിച്ചേ. 105. In Malaysia, the word Bhumiputra refers to Malayas. 106. What was the real name of Munshi Premchand? Dhanpat Rai. 107. Who is the author of Old Man and the Sea? Ernest Hemingway. 108. Prophet Muhammad was born in 570 AD. 109. When was the First World War declared? 1914. 110. The Odar Trophy is given for the game of cricket. 111. Periyar Wildlife Sanctuary is situated in the state of Kerala. Yes. 105. In Malaysia, the word Bhumiputra refers to Malayas. 106. What was the real name of Munshi Premchand? Dhanpat Rai. 107. Who is the author of Old Man and the Sea? Ernest Hemingway. 108. Prophet Muhammad was born in 570 AD. 109. When was the First World War declared? 1914. 110. The Odar Trophy is given for the game of cricket. 111. Periyar Wildlife Sanctuary is situated in the state of Kerala. Yes. Last, we are going to the last part of general knowledge. Okay. സാർ 108 ഇല്ലേ, അതിലൊരു മുഹമ്മദ് പറയണില്ലേ? അത് മുഹമ്മദ് നബിയാണോ? അതെ, പ്രോഫറ്റ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി. അപ്പൊ 570 AD മുസ്ലിം മതം ഉണ്ടായത്? പ്രോഫറ്റ് മുഹമ്മദിന്റെ ഗിരിപ്രസംഗങ്ങളിലൂടെയാണ് ഇസ്ലാം മതം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മതം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നതൊക്കെ അതിനൊക്കെ ശേഷമല്ലേ. AD 570 ജനിച്ചതെന്ന് വിശ്വസിക്കുന്നു. ഇതിനൊന്നും തെളിവുകളൊന്നുമില്ല മക്കളെ. അല്ല, നമ്മളിവിടെ പഠിച്ചില്ലേ, ക്രിസ്ത്യൻ മതം കൊണ്ടുവന്ന തോമസ് ലീഹ വന്നത് 52, മറ്റേവര് 68 എന്നൊക്കെ. അപ്പൊ 570 AD മുമ്പ് ഇവിടെ മുസ്ലിംസ് ഉണ്ടല്ലോ. അത് വേറെ. മോള് പറഞ്ഞ എന്തുവാ? തോമസ് ലീഹ വന്നത് ക്രിസ്തു മതം പ്രചരിക്കാനാ, മുസ്ലിം മതം പ്രചരിപ്പിക്കാനല്ല മോള്. അല്ല, അപ്പൊ അതിനു മുമ്പ് 570 AD മുന്നേ ഇന്ത്യയിൽ മുസ്ലിം മതം ഉണ്ടല്ലോ. ഉണ്ടോ? അതിപ്പോ നമ്മൾ ഇതൊക്കെ മക്കൾ, ഇതൊക്കെ വിശ്വാസങ്ങളല്ലേ. ഇതൊന്നും ക്രിസ്റ്റൽ ക്ലിയർ ഡോക്യുമെന്റ് വെച്ച് പറയുന്ന കാര്യങ്ങളല്ല. ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നതിന് എവിടെ എഴുതി വെച്ചേ? ശ്രീകൃഷ്ണൻ ജനിച്ചു എവിടെ എഴുതി വെച്ചേക്കുന്നേ? ഇതിഹാസവും പുരാണങ്ങളും ഒക്കെ അല്ലേ ഇത്. മുഹമ്മദ് നബി അല്ലേ? അതാണ് പ്രോഫറ്റ് മുഹമ്മദ് പറഞ്ഞ മുഹമ്മദ് നബിയാണ്. ഓക്കെ ഓക്കെ കേട്ടോ. ഇതൊന്നും പണ്ടത്തെ ഈ ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും നോക്കുന്ന പറയാൻ നമുക്ക് പോയി നോക്കിയെടുത്തുകൊണ്ട് പറയാം. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ഇതിപ്പോ ചരിത്രം ഉണ്ടാകുന്ന കാലത്തിന് മുമ്പേ പലരും ഇതിനകത്ത് കൂട്ടിച്ചേർക്കപ്പെടുകയോ വെട്ടിമാറ്റപ്പെടുകയോ ചെയ്യുന്നത് ആര് കണ്ട്? മനസ്സിലായോ? അതിനാണ് വയലാറ് പറഞ്ഞത്, തൂലിക കൊണ്ട കറുത്ത ധൂമ തിരശീല കീറട്ടെ ചരിത്ര വിദ്യാർത്ഥികൾ. മനസ്സിലായോ? ഓക്കെ, യെസ്. അടുത്തത് നേപ്പനാഗർ അല്ലേ? ഇൻ മധ്യപ്രദേശ് ഈസ് നോൺ ആസ് ഡാഷ്. നേപ്പനാഗർ എന്നറിയപ്പെടുന്ന സ്ഥലം മധ്യപ്രദേശിൽ എന്തായി അറിയപ്പെടുന്നു? എന്താണ്? ന്യൂസ് പ്രിന്റ് ചെയ്യുന്ന ഫാക്ടറി. കേരളത്തിൽ ന്യൂസ് പ്രിന്റ് ഫാക്ടറി ഉണ്ട്, അറിയാമോ? കേരളത്തിനടുത്ത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറി ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. കോട്ടയം വഴി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ശ്രദ്ധിക്കുക, ന്യൂസ് പ്രിന്റ് ഫാക്ടറി കേട്ടോ. ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഫാക്ടറി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നേപ്പനാഗർ ഈസ് ദ മധ്യപ്രദേശ്. ഇൻ മധ്യപ്രദേശ് ഈസ് നോൺ ആസ് ന്യൂസ് പ്രിന്റ് ഫാക്ടറി. ഹൂ ഡിസ്ട്രോയിഡ് സോമനാഥ് ടെമ്പിൾ ഇൻ ഗുജറാത്ത്? അത് രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ. 2 തവണ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? പുസ്തകം എഴുതിയ ഓതർക്ക് ഇതിനോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നല്ലോ. 113 ബി. ആരാണ്? മുഹമ്മദ് ഗസൻ.
ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം തകർത്തത് മുഹമ്മദ് ഗസനിയാണ് എന്ന് 2 തവണയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. വളരെ മോശമാണ് അതൊക്കെ. അടുത്തത്, ഇൻ കേപ്പ് Trafalgar, the famous Battle of Trafalgar was fought in 1805. Where is the Cape Trafalgar situated? Cape Trafalgar എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, കേപ്പ് ട്രഫാൽഗർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അല്ലേ? അങ്ങനെ വലിച്ചു നീട്ടി ചോദിച്ചേക്കുന്നേ ഉള്ളൂ. വിച്ച് ഈസ് ദ റിച്ചസ്റ്റ് ടെമ്പിൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള അമ്പലം ഏതാണ്? പത്മനാഭസ്വാമി ക്ഷേത്രം ഓഫ് തിരുവനന്തപുരം. മനസ്സിലായോ? യെസ്. പത്മനാഭസ്വാമി ക്ഷേത്രം കോടീശ്വരനാണ്. ഓക്കെ, വായിക്കൂ, കേക്കട്ടെ. 112. Nepanagar in Madhya Pradesh is known as newsprint factory. 113. Who destroyed the Somnath temple in Gujarat? Muhammad Ghaznavi. 114. In Cape Trafalgar, the famous Battle of Trafalgar was fought in 1805. Where is Cape Trafalgar situated? Spain. 115. Which is the richest temple in India? Padmanabhaswamy Temple of Tirunelveli. 112. Nepanagar in Madhya Pradesh is known for newsprint factory. 113. Who destroyed the Somnath temple in Gujarat? Muhammad Ghaznavi. 114. In Trafalgar, famous Battle of Trafalgar was fought in 1805. Where is Cape Trafalgar situated? Spain. 115. Which is the temple in Padmanabhaswamy Temple of Thiruvananthapuram? Yes, Sarika. 112. Nepanagar in Madhya Pradesh is known for newsprint factory. 113. Who destroyed Somnath temple in Gujarat? Muhammad Ghaznavi. 114. In Cape Trafalgar, the famous Battle of Trafalgar was fought in 1805. Where is Cape Trafalgar situated? Spain. 115. Which is the richest temple in India? Padmanabhaswamy Temple of Thiruvananthapuram. യെസ്, എല്ലാവരും ഒന്ന് കാണട്ടെ.